ഹേ ഗൈസ്, അപ്പം ഇന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഒന്ന് പുറത്ത് പോവുകയാണ്. 17th മാർച്ച് ഞങ്ങളുടെ രണ്ടുപേരുടെയും സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. സാധാരണ വെഡ്ഡിങ് ആനിവേഴ്സറിയിൽ ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പോകണം, പുറത്ത് ഏതെങ്കിലും രാജ്യത്ത് ട്രിപ്പ് പോകണം എന്നാണ്. പക്ഷേ ഇപ്രാവശ്യം ഹസ്ബൻഡിന് ലീവ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വലിയ പ്രത്യേകതയൊന്നും ഉണ്ടായില്ല. സോ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പുറത്ത് എവിടെയെങ്കിലും പോയി ഒന്ന് കഴിച്ചേക്കാമെന്ന്. അതെങ്കിലും ഒന്ന് നടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും പൊതുവെ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നത് കുറവാണ്. എപ്പോഴും ഫുഡ് ഓർഡർ ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോകുന്നത് പാരമട്ടയിലുള്ള അഞ്ചേപ്പ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻ്റാണ്. ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. പാരമട്ടയിൽ കൂടുതലും താമസിക്കുന്നത് ഇന്ത്യൻസ് ആണ്. പക്ഷേ ഈ ഒരു ഏരിയ നോക്കിക്കേ, ഇവിടെ ഫുള്ള് ചൈനീസിൻ്റെ ഷോപ്സാണ്. ഞാനിവിടെ പണ്ട് താമസിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ഏരിയയിൽ ഞാൻ വന്നിട്ടില്ലെന്നാണ് തോന്നുന്നത്. കാരണം ഇത്രയും ചൈനീസിൻ്റെ ഷോപ്സ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇവിടെ. ഇനി വല്ല ചൈന ടൗണും ആണോ? അങ്ങനെ ഞങ്ങൾ അഞ്ചേപ്പാർ എത്തി കേട്ടോ. ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. പണ്ട് ഞങ്ങളിവിടെ താമസിച്ചിരുന്നപ്പം ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് കഴിക്കാൻ പോകുന്നത്. പുറത്ത് പോകുന്നത് കൊണ്ട് തന്നെ കാര്യമായിട്ട് ലഞ്ചൊന്നും ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു എനിക്ക്. സോ മെനു വന്ന് ഒരുപാട് നേരം ഇരുന്ന് ഡിസൈഡ് ചെയ്യാനൊന്നും എനിക്കുള്ള ഒരു പേഷ്യൻസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് യൂഷ്വലി ഓർഡർ ചെയ്യുന്ന പൊറോട്ടയും ചിക്കൻ കറിയും ഞങ്ങൾ രണ്ടുപേരും ഓർഡർ ചെയ്ത്, പിന്നെ ഒരു ഷേക്കും. ആദ്യം ഞങ്ങളുടെ രണ്ടുപേരുടെയും ഈ ഷാർജ ഷേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ അത്യാവശ്യം ഡിസപ്പോയിൻറ്റഡ് ആയി, കാരണം നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പം വർത്ത് ഇറ്റ് അല്ല എന്നുള്ള ഒരു തോന്നൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായി കേട്ടോ. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര കുറവായിട്ടാണ് തോന്നിയത്. കാരണം ഇതിലും കുറവ് പൈസയിൽ ഞങ്ങൾ അത്യാവശ്യം വലിയ ഷേക്സ് കുടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് നമുക്ക് സെർവ് ചെയ്യുന്നത് ഈ ക്യൂട്ട് റോബോട്ടാണ്. ഇതൊരു മ്യൂസിക്കൊക്കെ ആയിട്ടാണ് വരുന്നത്. എന്നിട്ടത് നമ്മുടെ ടേബിളിൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഫുഡ് എടുത്തു കഴിഞ്ഞിട്ട് ഈ ഫിനിഷ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ അത് അതിൻ്റെ നെക്സ്റ്റ് പണിയിലേക്ക് പോകും. ക്യൂട്ടല്ലേ? അങ്ങനെ ഞങ്ങളുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. പിന്നെ ക്ഷമയുണ്ടായിരുന്നില്ല കേട്ടോ, അങ്ങോട്ട് ഫുഡ് അങ്ങ് കഴിച്ചു. ഇത് കണ്ടോ, കാര്യമായിട്ട് ആരോടും സംസാരിക്കുന്നില്ലേ? ഒന്നുമില്ല കേട്ടോ, എൻ്റെ പ്രഹസനം മാത്രം. കുറേ നാളായതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണേ. പിന്നെ ഞങ്ങൾ അല്ലറ ചില്ലറ ഷോപ്പിങ്ങിലായിട്ട് വെസ്റ്റ് ഫീൽഡിലോട്ട് വന്നു കേട്ടോ. ഞാൻ ഈ 19th നാട്ടിലോട്ട് പോകുന്നുണ്ട്. സോ അതുകൊണ്ട് വീട്ടുകാർക്കും മറ്റുള്ളവർക്കും വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ്സും ബിസ്ക്കറ്റ്സും ഒക്കെ വാങ്ങാനായിട്ടാണ് വൂൾവേർഡ്സിലും ആൽദിയിലും കോൾസിലും ഒക്കെ കുറച്ച് ചുറ്റിക്കറങ്ങി കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ ടാറ്റാ.